സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി ഇസ്രായേലിൽ, അതായത് ലോകം വെറുക്കുന്ന രാജ്യവും ലോകം വെറുക്കുന്ന നേതാക്കന്മാരും ഭരണാധികാരികളുമുള്ള ഒരു രാജ്യത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ ആരും പോയിട്ടില്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. എത്രയെങ്കിലും വർഷങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഓൾ കൺട്രീസ് എക്സെപ്റ്റ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ഇസ്രായേൽ എന്നായിരുന്നു. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഭരണം മാറ്റം വന്നതോടുകൂടി അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെയുള്ള അധികാരം കൈമാറിയതോടുകൂടി, വെള്ളക്കാർ കൈമാറിയതോടുകൂടി സൗത്ത് ആഫ്രിക്കയെ ഒഴിവാക്കി വെറും ആൾ കൺട്രീസ് എക്സെപ്റ്റ് ഇസ്രായേൽ എന്നായിരുന്നു നമ്മുടെ പാസ്പോർട്ടിൽ എഴുതിയിരുന്നത്. എന്തായാലും സംഘപരിവാർ, BJP, RSS ശക്തികൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് ഈ യഹൂദന്മാര് ഇവരുടെ സുഹൃത്തുക്കളായി. കാരണം വംശഹത്യ എന്ന് പറയുന്നതും മനുഷ്യഹത്യ എന്ന് പറയുന്നതും മനുഷ്യരെ കൊന്നെടുക്കുന്നതും ഒരു വിനോദമായി കൊണ്ട് നടക്കുന്നവരാണ് RSS സംഘപരിവാർ ശക്തികൾ. അതുപോലെ തന്നെയാണ് യഹൂദന്മാരും. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. അവർ കൂട്ടക്കൊല ചെയ്യുന്നു ഫലസ്തീനികളെ. അവരുടെ രാജ്യത്ത് അതിക്രമിച്ച് കയറി അവിടെ കൊണ്ടുനിന്ന് ബ്രിട്ടൻ കുടിയിരുത്തി ഇസ്രായേലികളെ. ശരി, കുടിയിരുത്തി, അവർ കഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എന്നിട്ട് അവരുടെ പ്രദേശം അവർ കയ്യേറി അവസാനം അവരവിടുത്തെ വിദേശികളും യഹൂദന്മാര് അവിടുത്തെ സ്വദേശികളുമാകുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോ അങ്ങനെയുള്ള രാജ്യത്ത് പോയിട്ട് മോഡി പറയുകയാണ്, 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ നിങ്ങളുടെ കൂടെ ഒപ്പമാണ്, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ. അപ്പോ പിറ്റേന്ന് തന്നെ യുദ്ധം ആരംഭിച്ചു. എങ്ങനെ? ആദ്യം ഒരു സ്കൂളിൽ പെൺകുട്ടികൾ പഠിക്കുന്ന പറക്കമുറ്റാത്ത പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ബോംബിട്ട് 60ഓളം പേര് കുട്ടികൾ മരിച്ചു. 100 പേരോളം പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരെ താലോലിക്കുകയും അവരെ പുകഴ്ത്തുകയും അവർ ഭീകര രാഷ്ട്രമല്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് പറയുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയെ പോലുള്ള അധമന്മാര് ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാനും ഇന്ത്യക്കാരനെന്ന് പറയാനും നാണക്കേടുണ്ട് ഞങ്ങൾക്ക്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ഒരു ചേരിയിലും ചേരാതെ, ഒരു പക്ഷത്തും ചേരാതെ, സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി ഒരു ചരിത്രമാണ്, അങ്ങനെ നിലകൊണ്ട ഒരു ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. അതിനെയെല്ലാം